ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സ്റ്റുഡൻറ് മൂവ്മെൻറ്റിൻ്റെ തിരുവനന്തപുരം സ്റ്റുഡൻറ് സെൻറ്ററിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ മേഴ്സി ഫെലോഷിപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 2 വർഷങ്ങളായി നടന്നു വരുന്ന അനൂപ എബ്രഹാം മെമ്മോറിയൽ എവറോളിക് ട്രോഫിക്ക് വേണ്ടിയുള്ള ബൈബിൾ ക്വിസ് മത്സരത്തിലേക്ക് ഏവരെയും വിനീതമായി സ്വാഗതം ചെയ്യുന്നു. അനൂപ എബ്രഹാം നിര്യാതയായ ദിവസം ഇന്നാണ്. ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് പ്രാർത്ഥനകൾ നേരുന്നു. അനൂപയുടെ മാതാപിതാക്കൾ നമ്മോടൊപ്പം സന്നിഹിതരാണ്. മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ മേഴ്സി ഫെലോഷിപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ വട്ടശ്ശേരിൽ മാർ ദിവന്നാസ്യോസ് ബൈബിൾ ക്വിസ് 2014 തിരശീല ഉയരുന്നു. ഏവരെയും പ്രാർത്ഥനയോടെ ആത്മാർത്ഥതയോടെ ഈ വേദിയിലേക്കും വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. പരിചയപ്പെടാം. ABCDE എന്ന ക്രമത്തിൽ 5 ടീമുകൾ രാവിലെ നടന്ന പ്രാഥമിക പരീക്ഷയുടെ ഉത്തരങ്ങൾ ശരിയാവണ്ണം പൂരിപ്പിച്ച് യോഗ്യതാ സ്ഥാനങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. നിങ്ങളെ പരിചയപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ടീം എ. ഞങ്ങൾ സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പുത്തൻകാവ് പള്ളിയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് അജിത് കെ ചെറിയാൻ. എൻ്റെ പേര് അൻസിൽ എബ്രഹാം. ഞങ്ങൾ കുറ്റിപ്പുഴ മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് തോമസ് കുര്യൻ. എൻ്റെ പേര് ഇൻഡിയൻസ്. എൻ്റെ പേര് ജിതിൻ പീൽസ്. എൻ്റെ പേര് ജോൺ ഡാനിയൽ. എൻ്റെ പേര് ഉഷാഫി. ആകാംക്ഷയോടെ ശ്രദ്ധയോടെ പങ്കെടുക്കാം. ഇവിടെ നടക്കുന്ന മത്സരങ്ങളുടെ ക്രമീകരണങ്ങൾ ഏവരെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. സ്ക്രീനിൽ ശ്രദ്ധിക്കാം. നേരിട്ടുള്ള ചോദ്യങ്ങൾക്ക് 10 മാർക്ക്. അവ മറ്റ് ടീമുകളിലേക്ക് കൈമാറിയാൽ ഉത്തരം പറയുന്ന ടീമിന് 5 മാർക്ക്. ഏത് ടീമിൽ നിന്നാണ് തുടങ്ങുക? പഴയ നിയമത്തിൽ രാജാതിരാജൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച രാജാവ് ആര്? നെബൂഖദ്നേസർ എന്ന ഉത്തരം തെറ്റാണ്. ടീം ബി. പാർസി രാജാവായ കോരേഷ്. തെറ്റായ ഉത്തരം. അർത്തഹ് എന്ന രാജാവ് ശരിയായ ഉത്തരം നൽകിയിരിക്കുന്നു. ആദ്യ 5 മാർക്ക് ടീം സി നേടിയിരിക്കുന്നു. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യ പ്രാർത്ഥന ആരുടേത്? തെറ്റായ ഉത്തരം. ടീം സി. യാക്കോബിന്റെ പ്രാർത്ഥന എന്ന ഉത്തരം ശരിയായ ഉത്തരം. നേരിട്ടുള്ള ചോദ്യങ്ങൾ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ടീം സി 10 മാർക്ക് സ്കോർ ചെയ്തിരിക്കുന്നു. ഇതിന് 5 മാർക്ക്, മുമ്പത്തേത് 5 മാർക്ക്. ടീം സിയോടുള്ള നേരിട്ടുള്ള ചോദ്യം. സീൻ മരുഭൂമിയുടെ ഇരുവശങ്ങൾ ഏതൊക്കെ? ഏതൊക്കെ സ്ഥലങ്ങൾക്ക് നടുവിലാണ് സീൻ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്? ടീം സി. തെറ്റാണ് ഉത്തരം. ടീം ഡി.
തെറ്റായ ഉത്തരം. ടീം ബി കാദേശ് മാത്രം. കാദേശ് തെറ്റാണ്. ടീം എ. ടീം ബി സീനായി സിനായി. റഫീദീൻ. ഒന്നുകൂടെ. സീനായി മലയും റഫീദീൻ. ടീം സിയുടെ ഉത്തരം ഭാഗികമായി തെറ്റാണ്. ഓഡിയൻസിന് ആർക്കെങ്കിലും ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം ഇങ്ങനെയാണ്. എലീമിൻ, സീനായി എന്നീ പ്രദേശങ്ങളുടെ നടുവിലായിട്ടാണ് സീൻ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. ടീം ബി 2 മാർക്സ് സ്കോർ ചെയ്തിരിക്കും. ടീം ബി ഒരു ചോദ്യം ഇതാണ്. യാക്കോബ് ഫറവോനെ അനുഗ്രഹിച്ചപ്പോൾ ഫറവോൻ യാക്കോബിനോട് എന്ത് ചോദിച്ചു? യാക്കോബ് ഫറവോനെ അനുഗ്രഹിച്ചപ്പോൾ ഫറവോൻ യാക്കോബിനോട് എന്ത് ചോദിച്ചു? നിന്റെ പ്രായം എത്രയായി എന്ന് ചോദിച്ചത് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എത്ര വയസ്സായി എന്നാണ്. ശരിയായ ഉത്തരമാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. ടീം ഡി 10 മാർക്സ് സ്കോർ ചെയ്തിരിക്കുന്നു. ടീം ഇ വേഗത കൂടിയ കാറുകൾ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നുണ്ട്. പുതുതലമുറ വേഗത്തെ ഭ്രാന്തായി കണക്കാക്കി ഇരുകൈയിൽ നിന്ന് സ്വീകരിക്കുന്നുണ്ട്. ചോദ്യം ഇതാണ്. അവർ കഴുകലിലും വേഗന്മാർ, സിംഹത്തിലും വീരന്മാർ. അവർ എന്നത് ആരൊക്കെ? അവർ കഴുകലിലും വേഗന്മാർ, സിംഹത്തിലും വീരന്മാർ. അവർ എന്നത് ആരൊക്കെ? യാക്കോബിന്റെ പുത്രന്മാർ. തെറ്റാണ് ഉത്തരം. ടീം എ ബെന്യാമീൻ. ബെന്യാമിൻ മാത്രം. ബെന്യാമീന്യർ. തെറ്റ്. ടീം ബി യഹൂദ ഗോത്രം. യഹൂദ ഗോത്രം. തെറ്റ്. ടീം സി അലൂസാണ് പറയുന്നത്. തെറ്റാണ്. ടീം ഡി ശൗലും യോനാഥാനും എന്ന ഉത്തരം ശരിയായ ഉത്തരമാണ്. ടീം ഡി 5 മാർക്സ് സ്കോർ ചെയ്തിരിക്കുന്നത്. കന്യകമാരുടെ ഉപമയെ പറ്റി പറയുന്നത് അതിനോട് ബന്ധപ്പെടുത്തിയാണ് ചോദ്യം. യജമാനൻ വരുന്നത് എപ്പോൾ എന്ന് അറിഞ്ഞുകൂടായതുകൊണ്ട് എന്ന് തുടങ്ങുന്നൊരു ഭാഗമുണ്ട്. എപ്പോൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ സമയത്തെ? ചോദ്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആവർത്തിക്കാം. യജമാനൻ വരുന്നത് എപ്പോൾ എന്ന് അറിഞ്ഞുകൂടായതുകൊണ്ട്. തുടർന്ന് വേദഭാഗം തുടരുന്നുണ്ട്. എപ്പോൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ സമയങ്ങൾ? ക്ലൂതരം 4 സമയങ്ങളെ പറ്റി പറയുന്നുണ്ട്. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ ഉത്തരം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ടീം ഈ സമയം പോകുന്നു. ആ ഒരു സമയം മാത്രം. ഡി പറയാൻ അവസരം കൊടുക്കുക. ഡി രാത്രിയിലോ അർദ്ധരാത്രിയിലോ ഏത് യാമത്തിൽ വരുന്നതെന്ന്. തെറ്റാണ്. ടീം സി ഏത് നേരത്തും ഏത് നാഴികയിലും എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഒക്കെയല്ലേ പറയാൻ ഉദ്ദേശിക്കുന്നത്. തെറ്റാണ് പറഞ്ഞു വരുന്നത്. ഓഡിയൻസ് ആ ആ അങ്ങനൊക്കെ പറയാമോ?
രണ്ട് കാര്യങ്ങൾ ശരിയാണ്. ഇതാണ് ഉത്തരം. സന്ധ്യയ്ക്കോ രാത്രിയിലോ കോഴി കൂവുന്ന സമയത്തോ പ്രഭാതത്തിലോ. കോഴി കൂവുന്ന സമയം എന്നത് വെളുപ്പിനെ 3 മണി എന്നതാണ് പുസ്തകങ്ങൾ പരതിയപ്പോൾ കിട്ടിയ ഉത്തരം. ഇതാണ് ശരിയായ ഉത്തരം. സന്ധ്യയ്ക്കോ രാത്രിയിലോ കോഴി കൂവുന്ന സമയത്തോ വെളുപ്പിനെയോ. ഓഡിയൻസിൽ നിന്ന് ഒരാൾ ആദ്യമായി ഒരു സമ്മാനം നേടുകയാണ്. ഈ പേരിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതുകൊണ്ട് ഏത് ഭാഷയും എഴുതാം. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, തമിഴ്. യേശുവിനെ ക്രൂശിച്ച ശേഷം യേശുവിന്റെ വസ്ത്രങ്ങൾ പടയാളികൾ എന്ത് ചെയ്തു? വസ്ത്രം അങ്കിക്കയറ്റ് ചീട്ടിട്ടു. യേശുവിന്റെ വസ്ത്രം ഊരിയെടുത്ത് അങ്കിക്കയറ്റ് ചീട്ടു. യേശുവിന്റെ വസ്ത്രം ഊരിയെടുത്തു അങ്കിക്കയറ്റ് ചീട്ടിട്ടു. വെയിറ്റ് ചെയ്യും, ഞാൻ തിരിച്ചു വരാം. ടീം സി വസ്ത്രം വിഭാഗിച്ചു. വസ്ത്രം വിഭാഗിച്ചു, ചീട്ടിട്ടു. ടീം ബി വസ്ത്രം വിഭാഗിച്ചു, അങ്കിക്കായി ചീട്ടിട്ടു. ടീം എ വസ്ത്രം ഊരിയെടുത്തു, ഭാഗിച്ചു, അങ്കിക്കായിട്ട് ചീട്ടിട്ടു. ടീം ഇ ആദ്യം മുതൽ മുകൾ വരെ അത് ഒരു തയ്യലായതുകൊണ്ട് അത് ചീട്ടിടേണ്ട ഒരാൾക്ക് കൊടുക്കണമെന്ന്. ഓഡിയൻസ് പങ്കിട്ടു, ചീട്ടിട്ടു. പടയാളികൾ ഒരുപാടുണ്ടായിരുന്നു, ആളുകൾ ഒരുപാടുണ്ടായിരുന്നു. എല്ലാവർക്കുമായി വസ്ത്രം പങ്കിട്ടു. ശരി, തെറ്റ്. 4 പേർക്കായി വസ്ത്രം പങ്കിട്ടു. അങ്കി ഒറ്റത്തുന്നൽ ഉണ്ടായതുകൊണ്ട് കീറണ്ട എന്ന് വിചാരിച്ച് അതാർക്ക് കിട്ടും എന്നതിന് വേണ്ടി അങ്കിക്കായി ചീട്ടിട്ടു. വസ്ത്രം 4 ആളുകൾക്കായി വിഭാഗിച്ചു. ടീം ഡി 5 മാർക്സ് സ്കോർ ചെയ്തിട്ടുണ്ട്. പൗലോസ് ലീഹ സ്നാനം കഴിപ്പിച്ചത് ആരെയൊക്കെ? പൗലോസ് ലീഹ സ്നാനം കഴിപ്പിച്ചത് ആരെയൊക്കെ? ടീം ബി സ്തേഫാനോസും കുടുംബക്കാരെയും. ആരാണ്? സ്തേഫാനോസിനെയും കുടുംബക്കാരെയും, ഓ, ലുദിയായെയും ഗായൂസിനെയും. ശരി. ടീം എ ശിശുക്കൾ ഉൾപ്പെടെ കുടുംബത്തെ മുഴുവൻ കുടുംബത്തിനാണ്. ശരി. ശരി. ഈ സ്തെഫാനോസിനെ കുടുംബത്തെ മാത്രമേ ചെയ്തു. സ്തെഫാനോസ് കുടുംബത്തെ മാത്രം. ക്രിസ്പോസിനെയും ഗായോസിനെയും ഒഴികെ മറ്റാരെയും സ്നാനപ്പെടുത്തിയിട്ടില്ല. ടീം സി ആണ് 10 മാർക്കിന് ഉത്തരം പറയേണ്ടത്. മറ്റാളുകൾ എന്തൊക്കെയോ പറഞ്ഞു. ഓഡിയൻസ് പാസ്. ഉത്തരം ഇങ്ങനെയാണ്. സ്തെഫാനോസ് അല്ല. വായനയിൽ തെറ്റ് പറ്റുന്നുണ്ട്. സ്തെഫനാസ് എന്ന ആളാണ്. തെറ്റ് നമ്മൾ സ്തെഫാനോസ് എന്ന് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 1:15-16 ഭാഗങ്ങൾ. ക്രിസ്പോസ്, ഗായോസ് എന്നീ ആളുകളെയും അതോടൊപ്പം തന്നെ സ്തെഫനാസിന്റെ കുടുംബക്കാരെയും. ടീം ഡി 2 മാർക്കിന് അവകാശം നേടിയിട്ടുണ്ട്. ഒരു ഭാഗത്തെ ഉത്തരം ക്ലിയർ ആണ്. നിങ്ങൾ പറഞ്ഞ ഉത്തരം ഒരു ദീർഘമില്ലാതെ പറഞ്ഞിരുന്നുവെങ്കിൽ ശരിയായ സ്തെഫാനോസ് അല്ല. ടീം ഡി 2 മാർക്ക് ഈ ചോദ്യത്തിന് സ്കോർ ചെയ്തിട്ടുണ്ട്. ടീം എ ശ്രദ്ധിക്കുക. വെളിപാട് പുസ്തകത്തിൽ പെർഗമസിലെ സഭയുടെ ദൂതന് എഴുതുമ്പോൾ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ ഒരു രക്തസാക്ഷിയെ പറ്റി പറയുന്നുണ്ട്. ആരാണ് ആ രക്തസാക്ഷി?
അന്തിപ്പാസ്. അന്തിപ്പാസ് എന്ന ഉത്തരം ശരിയായ ഉത്തരം. ടീം എ അക്കൗണ്ട് തുറന്ന്. ടീം എ നേരിട്ടുള്ള ക്വസ്റ്റ്യൻ 10 മാർക്കിനുള്ള ഉത്തരം. ഈ വിലമതിപ്പുള്ള ജീവൻ തുടിക്കുന്ന ട്രോഫി ഓരോരുത്തർക്കും കിട്ടുവാൻ പരിശ്രമിക്കുക. ചോദ്യം ചോദിക്കുക, ഉത്തരം പറയുക, വിരസത ഉളവാക്കുന്നുണ്ട്. കൺഫ്യൂഷൻ റൗണ്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കൺഫ്യൂഷൻ റൗണ്ടിന്റെ പ്രത്യേകത, നിങ്ങൾക്ക് നിങ്ങളുടെ ടേബിളിൽ MGOCSM എന്ന ഒരു കാർഡ് തന്നിട്ടുണ്ട്. 4 ആളുകളുടെ പടങ്ങൾ സ്ക്രീനിൽ തെളിയും. 4 ആളുകളെയും വെട്ടിനുറുക്കി പല കഷ്ണങ്ങളായി സ്ക്രീനിന്റെ പല ഭാഗങ്ങളിൽ ഇട്ടിട്ടുണ്ട്. റൗണ്ട് 2 കൺഫ്യൂഷൻ. സ്ക്രീനിൽ തെളിഞ്ഞിരിക്കുന്നത് മലങ്കര സഭയുടെ വലിയ ഭാവ, കോട്ടയം ഭദ്രാസനാധിപനായിരുന്ന ഇവാനിയോസ് തിരുമേനി. തുടങ്ങാം. ആ കാർഡല്ല, MGOCSM എന്ന് നൽകിയിരിക്കുന്ന കാർഡ്. മറ്റു കാർഡ് തുറക്കാൻ പറഞ്ഞിട്ടില്ല. MGOCSM എന്ന് പുറത്ത് എഴുതിയിരിക്കുന്ന ആ കാർഡ്. ആ കാർഡിൽ പേരെഴുതുക. ആരെങ്കിലും നമ്പറുകൾ കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്പറുകൾ പറഞ്ഞു നൽകുന്നതാണ്. കൂടി അവശേഷിക്കുന്നു. സെക്കൻഡ് കൂടി അവശേഷിക്കുന്നു. ടീം ബി 2 മാർക്ക് സ്കോർ ചെയ്തിരിക്കുന്നു. ടീം സി 2 മാർക്ക് സ്കോർ ചെയ്തിരിക്കുന്നു. 7 എന്നത് അതല്ല, നിങ്ങൾ എഴുതുന്ന നമ്പർ. ടീം ഡി 2 മാർക്സ്. ടീം ഡി നോ. നെക്സ്റ്റ് 19 ടീം എ, ടീം ബി, ടീം സി, ടീം ഇ 2 മാർക്ക് വീതം നേടിയിരിക്കുന്നു. ടീം സി 3 ടീമുകൾ. ലാസ്റ്റ് വൺ 20. ടീം ബി, ടീം സി, ടീം ഇ എന്നീ ടീമുകൾ മാത്രം. ടീം ബി, ടീം സി, ടീം ഇ. അവസാനത്തെ റൗണ്ട് ഓരോ അക്കങ്ങൾക്കും 2 മാർക്ക് വീതമാണ് നൽകപ്പെടുന്നത്. കൺഫ്യൂഷൻ ഉണ്ടായതുകൊണ്ടാകാം എല്ലാ കോളങ്ങളും എല്ലാവരും പൂരിപ്പിക്കാനുണ്ട്. ലാസ്റ്റ് കോളം സച്ചിൻ ടെണ്ടുൽക്കർ, ഫസ്റ്റ് നമ്പർ 8. 2 ടീമുകൾ മാത്രം. ബി ആൻഡ് സി. നെക്സ്റ്റ് നമ്പർ 13. വളരെ സ്പീഡിൽ നമുക്ക് പോകേണ്ടതുണ്ട്. ഒരാൾ എഴുന്നേറ്റ് നിന്ന് ഉത്തരം കാർഡുകൾ ഓർഡറാക്കി ഉയർത്തിപ്പിടിക്കുക. ജോഷുവയുടെ ആയുഷ്കാലം എത്ര? പത്ത് സെക്കൻഡാണ് നിങ്ങൾക്കുള്ളത്. ഒരാൾ എഴുന്നേറ്റ് നിന്ന് കാർഡുകൾ ഉയർത്തിപ്പിടിക്കുക. ജോഷുവയുടെ ആയുഷ്കാലം 3 സെക്കൻഡ് കൂടി. ജോഷുവയുടെ ആയുഷ്കാലം 900 വർഷങ്ങൾക്ക് ശേഷം എത്ര പേർ ജീവിച്ചിരുന്നതായി കാണുന്നു? ഒന്നാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ 900 വർഷങ്ങൾക്ക് ശേഷം എത്ര പേർ ജീവിച്ചിരിക്കുന്നതായി കാണുന്നു? ടീം എ 7 എന്ന ഉത്തരം ശരിയാണ്. കൺഫ്യൂഷൻ റൗണ്ട് സത്യത്തിൽ കൺഫ്യൂഷൻ തന്നെയായിരുന്നു. പറഞ്ഞവർക്കും കേട്ടവർക്കും ചോദിച്ചവർക്കും. അതുകൊണ്ട് തന്നെ പേരിനെ അർത്ഥവത്താക്കുന്ന കൺഫ്യൂഷൻ റൗണ്ടിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് ശരിയാമണ്ണം രീതിയിൽ എഴുന്നേറ്റാൽ കൺഫ്യൂഷൻ ഒഴിവാക്കപ്പെടും.
കൺഫ്യൂഷൻ തീർക്കണമേ. ശരിയായ ആരാധന അല്ലെങ്കിൽ സ്തുതി ചൊവ്വാക്കപ്പെട്ട ആരാധന, സ്തുതി ചൊവ്വാക്കപ്പെട്ട ഓർത്തഡോക്സ് ആരാധനയുടെ വിവിധ വശങ്ങളിലേക്ക് ചോദ്യമായി ഞാൻ വരുന്നു. ഉത്തരം പറയുവാനായി നിങ്ങൾ ദാഹിക്കുന്നു. കൺഫ്യൂഷൻ റൗണ്ടിൽ നിങ്ങൾക്ക് ലഭിച്ച ഉത്തരങ്ങൾ കൂട്ടിക്കുഴച്ച് ആകത്തുക പറയുവാൻ കൺഫ്യൂഷൻ ഏറെ അനുഭവിക്കുന്നു. നിങ്ങൾ കൂട്ടിയതും ഞങ്ങൾ കൂട്ടിയതും ശരി എന്ന് കൈ ഉയർത്താത്തത് കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി. ആരാധന റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നു. ടീം എയോടാണ് ക്വസ്റ്റ്യൻ. ടീം എ ശ്രദ്ധിക്കുക. പരിശുദ്ധ വലിയ തിരുമേനിയുടെ കന്ദീല ശുശ്രൂഷ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മലങ്കര സഭയുടെ ആസ്ഥാനം ദേവലോകം അരമനയുടെ ചാപ്പലിലും അതിൻ്റെ ശുദ്ധീകരിക്കപ്പെട്ട സ്ഥലങ്ങളിലുമായി നടത്തപ്പെട്ടു. കന്ദീല ശുശ്രൂഷയ്ക്ക് എത്ര ഭാഗങ്ങളുണ്ട്? അവസാന ഭാഗത്ത് എണ്ണ പൂശുന്നത് എവിടെയൊക്കെ? രണ്ട് ഭാഗങ്ങൾ. കൊണ്ട് ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ എണ്ണ പൂശുന്നു. ടീം ബി 5 ഭാഗങ്ങൾ ശരീരം മുഴുവൻ പൂശുന്നു. ടീം സി 5 ഭാഗങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളും എണ്ണ പൂശുന്നു. ടീം ബി പറയണമെന്നില്ല. ടീം സി ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുന്നു. 5 ഭാഗങ്ങൾ, അതിൽ അവസാന ഭാഗത്ത് പഞ്ചേന്ദ്രിയങ്ങളിൽ എണ്ണ പൂശുന്നു. ടീം സി 5 മാർക്ക് നേടി. നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ എന്റെ ചോദ്യം. ടീം സി ശ്രദ്ധിക്കുക. എൽത്തോ പെരുന്നാളിലെ പ്രദക്ഷിണവും തീജ്വാല ശുശ്രൂഷയും എപ്പോൾ? എൽദോ ശുശ്രൂഷയിലെ പ്രദക്ഷിണവും തീജ്വാല ശുശ്രൂഷയും എപ്പോൾ? ഏവൻഗേലിയോൻ വായനയ്ക്ക് ശേഷം പ്രദക്ഷിണമോ തീജ്വാലയോ? ടീം ഡി ശേഷം എൽദോ പെരുന്നാളിലെ പ്രദക്ഷിണവും തീജ്വാല ശുശ്രൂഷയും എപ്പോൾ? പ്രദക്ഷിണവും തീജ്വാല ശുശ്രൂഷയും നമസ്കാരം കഴിഞ്ഞ ശേഷം തീജ്വാലയും ടീം ഇ തെറ്റാണ് പറയുന്നത്. പ്രദക്ഷിണം പ്രദക്ഷിണവും തീജ്വാലയും എപ്പോൾ എന്നാ എന്റെ ചോദ്യം. ടീം എ രാത്രിയിൽ 4-ാം പ്രൗഢയുടെ തുടക്കത്തിൽ പ്രദക്ഷിണം, ഇടയ്ക്ക് ഏവൻഗേലിയോന് ശേഷം തീജ്വാല ശുശ്രൂഷ, ഇടയ്ക്ക് രാത്രിയിലെ 4-ാം കൗമയുടെ അതാണ് അവിടെ സ്പെസിഫിക് ചെയ്യുന്നത്. 3-ാം പ്രൗഢയ്ക്ക് ശേഷം ടീം സി 4-ാം കൗമ തുടങ്ങിയിട്ട് പ്രതീക്ഷണം, മാലാഖമാരുടെ സ്തുതിപ്പിന് മുമ്പ് തീജ്വാല ശുശ്രൂഷ. ടീം സി മാലാഖമാരുടെ സ്തുതിപ്പിന് മുമ്പ്. ടീം ബി തീജ്വാല ശുശ്രൂഷ ശരിയായ ഉത്തരം. 4-ാം കൗമയിലെ ധൂപപ്രാർത്ഥനയ്ക്ക് ശേഷമാണ് പ്രദക്ഷിണം. മാലാഖമാരുടെ സ്തുതിപ്പിന് മുമ്പ് ഏവൻഗേലിയോൻ, അതിനുശേഷം തീജ്വാല. ടീം ബി മാത്രം 2 മാർക്ക് നേടിയിരിക്കുന്നു. ക്രിസ്ത്യസഭയുടെ ചരിത്ര ചുരുളുകൾ സത്യത്തിന്റെ മറുപേരാണ്. ത്യാഗവും വേദനയും രക്തച്ചൊരിച്ചിലും പ്രാർത്ഥനയും ചേർന്ന വിരോചിതമായി രചിക്കപ്പെട്ട ക്രിസ്തീയ സഭയുടെ ചരിത്രം. റൗണ്ട് 4 ചർച്ച് ഹിസ്റ്ററി. മിലാൻ വിളംബരം എന്ന ആ വിളംബരത്തിലെ പ്രധാന സംഭവം എന്തായിരുന്നു? 313 കുസ്തന്തീനോസ് ചക്രവർത്തി സഭയെ ഒരു നാഷണൽ സഭയായിട്ട് മതമായിട്ട് അംഗീകരിച്ചു. ഉത്തരം ശരിയാണ്. പക്ഷെ
എവിടെ? അദ്ദേഹത്തിന്റെ ഭരണ സ്ഥലം എവിടെ? റോമിന്റെ കിഴക്കൻ പ്രദേശമാണ് കൊസ്തന്തിനോപ്പോലിസ്. ഉത്തരം ശരിയാണ്. റോമിൽ ക്രിസ്തീയ സഭ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുന്നു AD 313 ജൂൺ 13. ഓക്കെ. ചോദ്യം: സെമിനാരി സ്ഥാപിക്കുവാൻ സ്ഥലം തന്ന ഭരണാധികാരിയുടെ പേര്, തിരുവിതാംകൂർ ഭരണാധികാരിയുടെ പേര്. എത്രമാത്രം സ്ഥലം തന്നു? റാണി ഗൗരി ലക്ഷ്മി ബായി. മൺറോത്തുരുത്തും 16 ഏക്കർ സ്ഥലം. മൺറോത്തുരുത്തും 16 ഏക്കർ സ്ഥലം. എന്തെങ്കിലും കൂട്ടിച്ചേർക്കുവാനോ കുറയ്ക്കുവാനോ വല്ലതും ഉണ്ടോ ടീം എ? ഗൗരി പാർവതി ഭായ് തമ്പുരാട്ടി 16 ഏക്കർ സ്ഥലം, കോട്ടയം പഴയ സെമിനാർ മീനച്ചിലാറിന്റെ സമീപത്ത്. ഈ പാർവതി 16 ഏക്കർ. ടീം ബി 9 ഏക്കറാണ്. അവർ കള്ളം പറയുക. ടീം സി ഓഡിയൻസ് ഇങ്ങനെയൊക്കെയാണ് പറയുക. ശരി എന്തെങ്കിലും ഉണ്ടോ? 16 ഏക്കർ സ്ഥലമാണ് തന്നത്. റാണി ലക്ഷ്മി ഭായി തമ്പുരാട്ടിയാണ് ഈ സ്ഥലം തന്നത്. ഗൗരി ചേർന്നു, മറ്റെന്തൊക്കെയോ ചേർന്നു. തെറ്റായ ഉത്തരങ്ങളാണ് നൽകിക്കൊണ്ടിരുന്നത്. റാണി ലക്ഷ്മി ഭായി 16 ഏക്കർ. സമഗ്രമായ അറിവ്, അകവും പുറവും ഇരുളും നിഴലും വേദപുസ്തകത്തിന്റെ പൊരുളുകളും വരികൾക്കിടയിലൂടെയുള്ള വായനകളും ഒക്കെ കൂട്ടിയിണക്കുന്ന അറിവ്. വേദവിജ്ഞാനിയാണ്. വേദപുസ്തകത്തെ പറ്റിയുള്ള പൊതു ചോദ്യങ്ങൾ ആയിരിക്കും ഈ റൗണ്ടിൽ ഉണ്ടാകുക. പഴയതുപോലെ നേരിട്ടുള്ള ക്വസ്റ്റ്യൻ 10 മാർക്ക്, പാസ് ചെയ്താൽ 5 മാർക്ക്. റൗണ്ട് 5 വേദവിജ്ഞാനീയം. ആദ്യം എഴുതപ്പെട്ട സങ്കീർത്തനം ആരുടേത്, എപ്പോൾ? ഇത് വേദപുസ്തകത്തിലെ വാക്യങ്ങൾ പരിശോധിച്ചാൽ കിട്ടുന്ന അറിവുകളല്ല, പൊതു അറിവുകളാണ് വേദപുസ്തകത്തെ പറ്റിയുള്ള. മോശയുടെ സങ്കീർത്തനം BC. സന്ദർഭം പറഞ്ഞാൽ മതി, സമയം വേണ്ട. ഇസ്രായേൽ മക്കൾ ഇസ്രായേലിലേക്ക് പ്രയാണം ചെയ്തു. ശരിയായ ഉത്തരങ്ങളുടെ അരികിലേക്ക് അവർ വരുന്നുണ്ട്. ശരിയായ ഉത്തരമായിരുന്നു മോശ. ചാവുകടൽ വിഭജിച്ച് അപ്പുറം കടന്നതിനു ശേഷം മോശ എഴുതിയ സങ്കീർത്തനമാണ് ആദ്യം എഴുതപ്പെട്ട സങ്കീർത്തനമായി കണക്കാക്കുന്നത്. ടീം എ 10 മാർക്ക് സ്കോർ ചെയ്തിരിക്കുന്നു. വേദപുസ്തകത്തിലെ അവസാന ചരിത്ര പുസ്തകം ഏത്? ലാസ്റ്റ് ഹിസ്റ്റോറിക്കൽ ബുക്ക് ഇൻ ബൈബിൾ. അപ്പോസ്തല പ്രവൃത്തികൾ എന്ന ശരിയായ ഉത്തരം ടീം ബി 10 മാർക്ക് നേടിയിരിക്കുന്നു. റൗണ്ടുകൾ വളരെ പെട്ടെന്ന് പോകുന്നു. മാർക്കുകൾ കുറഞ്ഞും കൂടിയും നിങ്ങളുടെ സമ്മാനത്തെ പെരുപ്പിച്ചും തളർത്തിയും കാണിക്കുന്നു. മുന്നോട്ട് പോകാം. റൗണ്ട് 6. കർണപടങ്ങളിൽ പതിക്കുന്ന ഈ ഗാനത്തിന്റെ ഈരടികൾ ആരാധനയിൽ ഏത് ഭാഗത്ത് എന്ന് എന്റെ ചോദ്യം നൽകുന്നു. ഉത്തരം ശരിയെങ്കിൽ നിങ്ങൾക്ക് മാർക്ക്. ടീം റൗണ്ട് 6 ഓഡിയോ റൗണ്ട്. ഏത് ഭാഗത്ത്? എന്തോ പെരുന്നാളിൽ രാത്രി നമസ്കാരത്തിൽ ഉപയോഗിക്കുന്ന പാട്ടാണ്. ശരിയായ ഉത്തരമാണ്. ടീം എ 5 മാർക്ക്.
ടീം സി ജനപെരുന്നാൾ എപ്പോൾ? രാത്രി നമസ്കാരത്തിന്റെ ആലോചിച്ച് അവസാനം കൊണ്ടെത്തിച്ചത് ശരിയായ ഉത്തരവും 10 മാർക്കും ടീം സി. കേൾവി കഴിഞ്ഞു, ഇനിയും കാഴ്ചയ്ക്കപ്പുറം ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ഈ മനോഹരമായ ട്രോഫിയുടെ അവകാശികൾ നിങ്ങളാകുവാൻ സാധിക്കും. റൗണ്ട് 7 വിഷ്വൽ റൗണ്ട്. Anyone who prays to any god or man shall be thrown into the lion's den. Why did I consult you before passing that accursed law? Take it away! Why is the king? Redeem my life. ദാനിയേലിന്റെ പ്രവചനത്തിൽ ദാനിയേലിനെ സിംഹക്കൂട്ടിൽ ഇടുന്നതിന് രാജാവ് പറഞ്ഞു. ശരി, ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടുന്ന സന്ദർഭം. ശരിയായ ഉത്തരമാണ് ടീം ഈ നൽകിയിരിക്കുന്നത്. 5 മാർക്ക് അവർ നേടിയിരിക്കുന്നു. ഇത് എല്ലാ ടീമിലും ലഭിക്കും, കാരണം 1-ാം കാഴ്ചയിൽ തന്നെ സംഭവം എന്നത് വ്യക്തം. ഇനിയുമുള്ള ചോദ്യം ഈ സിംഹക്കുഴിയും ദാനിയേലിനെയും ചുറ്റിപ്പറ്റിയാണ്. 5 ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ. 5 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ 25 മാർക്ക്. ഏറ്റവും മുന്നിൽ നിങ്ങൾ. ഓർക്കുക, മറ്റു 4 ആളുകളോടും ഈ 5 ചോദ്യവും ഒരു വീഡിയോയും ഉണ്ട്. ചോദ്യം: ദാനിയേലിന് നെബൂഖദ്നേസർ നൽകിയ പേര് എന്ത്? ബെൽഷസ്സർ. ശരിയായ ഉത്തരം. 5 മാർക്ക് ലഭിച്ചിരിക്കുന്നു. അശുദ്ധി വരുത്തരുതെന്ന് ദാനിയേൽ ആരോടാണ് അപേക്ഷിച്ചത്? ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. 3 മാർക്ക്. നീ ഇടവിടാതെ സേവിക്കുന്ന നിന്റെ ദൈവം സിംഹത്തിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനാക്കട്ടെ എന്നതിന് ദാവീദിന്റെ മറുപടി എന്താ? എന്നതിന് ദാനിയേലിന്റെ മറുപടി എന്താ? രാജാവ് പറയുന്ന ഒരു വാക്കാണിത്. നീ ഇടവിടാതെ സേവിക്കുന്ന നിന്റെ ദൈവം സിംഹത്തിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനാക്കട്ടെ എന്ന് രാജാവ് ദാവീദിനോട് പറഞ്ഞു. ദാനിയേലിനോട് പറഞ്ഞു. അപ്പോൾ ദാനിയേലിന്റെ മറുപടി എന്താ? യഹോവയുടെ നാമം മഹത്വപ്പെടുന്നു. തെറ്റ്. ഇങ്ങനെയാണ് ദാനിയേൽ പറയുന്നത്: രാജാവ് ദീർഘായുസ്സോടെ ഇരിക്കട്ടെ. 4-ാമത്തെ ചോദ്യം: ദാനിയേൽ ദിവസം എത്ര തവണ അപേക്ഷിച്ചു എന്നാണ് പറയുന്നത്? 3 തവണ. ശരിയായ ഉത്തരം. 5 മാർക്ക് വീണ്ടും നേടിയിരിക്കുന്നു. അവസാനത്തെ ചോദ്യം: രാജാവിന്റെ നിരോധ കൽപ്പന, അതായത് ദേവന്മാരെയോ മറ്റു മനുഷ്യരെയോ നിങ്ങൾ ആരാധിക്കരുത് എന്ന് പറയുന്നുണ്ട്. എത്ര ദിവസത്തേക്കുള്ള ഉപാധിയാണ് രാജാവ് മുന്നോട്ട് വെച്ചത്? 10 ദിവസം. 5 മാർക്ക് അവിടെ നഷ്ടമായിരിക്കുന്നു. 30 എന്നായിരുന്നെങ്കിൽ ശരിയായ ഉത്തരം 5 മാർക്ക് ലഭിച്ചേനെ. അപ്പോൾ ടീം ഇ. ഉള്ളതിൽ ചെറിയവർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ളവർ, പ്രത്യേകിച്ച് കൺഫ്യൂഷൻ റൗണ്ടിൽ മുഖങ്ങളിലെ അക്കങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം നൽകിയ ആളുകൾ, ഈ ഭാഗം നിങ്ങളുടെ മനസ്സിൽ സമ്മാനിക്കുന്ന ചിത്രം എന്താണ്? കിഴക്കിൽ നിന്ന് വിദ്വാൻമാർ യേശുക്രിസ്തുവിനെ കാണുന്നു. ശരി, 5 മാർക്ക്. ലളിതമായ ഉത്തരം, ലളിതമായ ഭാഷ. 5 മാർക്ക് ടീം ബി നേടിയിരിക്കുന്നു. യേശുവിന്റെ ജനനവും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളും. ചോദ്യം ശ്രദ്ധിക്കുക. വിദ്വാൻമാരുടെ ആദ്യ ചോദ്യം എന്താണ്?
യേശുക്കുഞ്ഞിനെ കാണുവാൻ വന്നപ്പോൾ വിദ്വാൻമാരുടെ ആദ്യ ചോദ്യം എന്താണ്? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? വീണ്ടും ശരിയായ ഉത്തരം 5 മാർക്ക്. രണ്ടാം ചോദ്യം, നിങ്ങൾക്ക് സമ്മാനം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഈ കുഞ്ഞുങ്ങൾ പറയുന്ന ഉത്തരത്തിൽ ഒരു കയ്യടി നൽകുന്നതിൽ അലസത വിചാരിക്കരുതേ. രണ്ടാം ചോദ്യം, രാജാക്കന്മാരുടെ വാക്കുകൾ മറിയ ഉൾക്കൊണ്ടത് എങ്ങനെ? രാജാക്കന്മാരുടെ വാക്കുകൾ മറിയ ഉൾക്കൊണ്ടത് എങ്ങനെ? ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ശരിയായ ഉത്തരം ഒരു വാക്കുകൂടെ കൂട്ടിച്ചേർത്താൽ ധ്യാനിച്ചു. ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു. ശരിയായ ഉത്തരം ടീം ബി വീണ്ടും 5 മാർക്ക് നേടിയിരിക്കുന്നു. ശ്ലീഹ നോമ്പിന്റെ ഈ കാലഘട്ടങ്ങളിൽ കൂടി പോകുമ്പോൾ ഈ റൗണ്ടിൽ ശ്ലീഹന്മാരെ പറ്റിയുള്ള ചോദ്യമായിരിക്കും ഓരോ ടീമിനോടും ചോദിക്കുന്നത്. ടീം ഇയിൽ തുടങ്ങും. ഏത് ശിഷ്യന്റെ മുൻപാകെയാണ് യേശു ആദ്യം പ്രത്യക്ഷപ്പെട്ടത്? ചോദ്യം ആലോചിച്ച ശേഷം പറയുക. യേശു ആദ്യമായി ഒരാളുടെ മുമ്പിൽ വരുന്നത് ആരുടെ മുമ്പിൽ? ഓഡിയൻസ്, അന്ത്രയോസിന്റെ മുമ്പിലാണ് യേശു ആദ്യമായി പ്രത്യക്ഷപ്പെട്ട് ശിഷ്യനാക്കുന്നത്. ടീം ഡി, ഗലീലയിൽ നിന്നല്ലാത്ത ഒരു ശിഷ്യൻ ശിഷ്യ സമൂഹത്തിലുണ്ടായിരുന്നു. ആ ശിഷ്യൻ ആര്? ഇസ്കറിയോത്ത യൂദ എന്ന ശിഷ്യൻ എവിടെ നിന്നുള്ള ആളായിരുന്നു പറയാമോ? കെരിന്ത് എന്ന പ്രദേശത്ത് നിന്നുള്ള ആളായിരുന്നു. ടീം ഡി 10 മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. ടീം സി, ലോർഡ് സേവ് മീ, ദൈവമേ. ചോദ്യം ആലോചിച്ച ശേഷം പറയുക. യേശു ആദ്യമായി ഒരാളുടെ മുമ്പിൽ വരുന്നത് ആരുടെ മുമ്പിൽ? ഓഡിയൻസ്, അന്ത്രയോസിന്റെ മുമ്പിലാണ് യേശു ആദ്യമായി പ്രത്യക്ഷപ്പെട്ട് ശിഷ്യനാക്കുന്നത്. ടീം ഡി, ഗലീലയിൽ നിന്നല്ലാത്ത ഒരു ശിഷ്യൻ ശിഷ്യ സമൂഹത്തിലുണ്ടായിരുന്നു. ആ ശിഷ്യൻ ആര്? ഇസ്കറിയോത്ത യൂദ എന്ന ശിഷ്യൻ എവിടെ നിന്നുള്ള ആളായിരുന്നു പറയാമോ? അവസാന ക്വസ്റ്റ്യൻ, ശിഷ്യന്മാരുടെ പേരുകളിൽ ഏറ്റവും വലിയ പേർ ആരുടെ? ഒറ്റ വാക്ക്. സ്ഥലപ്പേരൊന്നുമില്ല. പേരിൽ ഏറ്റവും വലിയ പേർ. ശിഷ്യന്മാരുടെ പേരുകളിൽ ഏറ്റവും വലിയ പേര് ബർത്തുലുമായി എന്ന പേരാണ്. ശരിയായ ഉത്തരം അവസാനത്തെ ചോദ്യത്തിന് നൽകിക്കൊണ്ട് ഈ മത്സരം ഇവിടെ പൂർണ്ണമാകുമ്പോൾ സമ്മാനത്തുക ഉണ്ട് എന്ന സന്തോഷത്തോടെ നിർത്തട്ടെ. എല്ലാ ആളുകളോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. സ്കോർ ബോർഡിൽ നിങ്ങളുടെ മാർക്കുകൾ വളരെ വ്യക്തമാണ്. ഇതിന് എന്നോടൊപ്പം സഹകരിച്ച ഇതിൻ്റെ വിഷ്വൽ, ഓഡിയോ, ടെക്നിക്കൽ വശങ്ങളിൽ സഹകരിച്ച ബഹുമാനപ്പെട്ട ടിജു, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെ മാതാ മറിയം മീഡിയയുടെ പ്രധാന ചുമതലക്കാരനും എൻ്റെ സഹപാഠിയുമായ ബഹുമാനപ്പെട്ട ഷിനോ അച്ഛൻ, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സ്റ്റുഡൻറ് സെക്രട്ടറി ബഹുമാനപ്പെട്ട ജോഷ്, എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി ഹൃദയമായി കൈമാറിക്കൊണ്ട് ഈ കോമ്പറ്റീഷൻ്റെ ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് ദർശിക്കണമെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ മാതാ മറിയം മീഡിയയുടെ സൈറ്റിൽ നിങ്ങൾ
പരതണം നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും. ഒരിക്കൽ കൂടി വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സ്നേഹിതരെ, 2014 എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷമുണ്ടായൊരു ദിവസമാണ് ഇന്നേ ദിവസം. ഇത്ര മനോഹരമായ ഒരു ക്വിസ് മത്സരത്തിൽ പങ്കുചേരുവാനും കാണുവാനും അവസരം തന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇതിൻ്റെ സംഘാടകരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയുടെ നാമത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട അനുപമ എബ്രഹാമിൻ്റെ സ്മരണയ്ക്കായി നടത്തുന്ന 3ാമത് ക്വിസ് കോമ്പറ്റീഷൻ സമങ്കളം പര്യവസാനിക്കുകയാണ്. ഇത് മൊത്തത്തിൽ ഒന്ന് നോക്കുന്ന അവസരത്തിൽ ഇത് നിർവഹിച്ച അനുപമ വർഗീസിൻ്റെ കുടുംബാംഗങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അനുപമ എബ്രഹാം ഈ ലോകത്ത് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ദൈവത്തിൻ്റെ ഹിതപ്രകാരം ലോകത്തിൽ നിന്ന് പോകുവാനും ഇടയായതിൽ നമുക്ക് ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ഹിതത്തിന് നമ്മെ തന്നെ സമർപ്പിക്കാം. കുടുംബാംഗങ്ങൾ ഇങ്ങനെ ഒരു രീതിയിൽ ഓർത്തഡോക്സ് വിശ്വാസം പ്രചരിപ്പിക്കുവാനും പഠിപ്പിക്കുവാനും അനുപമ എബ്രഹാമിൻ്റെ നാമം സുസ്ഥിരമാക്കുവാനും കാട്ടിയ ധീരമായ ഈ നടപടിയെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. അനുപമ എബ്രഹാമിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികളും സ്നേഹാഞ്ജലിയും ഞാൻ അർപ്പിക്കുകയാണ്. ഈ ക്വിസ് മത്സരം ഒന്ന് കാണുമ്പോൾ എനിക്ക് ഏറ്റവും അധികം അഭിനന്ദിക്കുവാനുള്ളത് ഇതിൻ്റെ ക്വിസ് മാസ്റ്ററെയാണ്. വളരെ ഭംഗിയായി, വൃത്തിയായി, തന്മയത്വത്തോടെ, നൈസർഗികമായി ഈ ക്വിസ് മത്സരം അവതരിപ്പിച്ച പ്രിയപ്പെട്ട ഗീവർഗീസ് മേക്കാട്ടച്ചനെ, സഖിയച്ചനെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഹൃദ്യമായി അനുമോദിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മലങ്കര സഭയിൽ ഇത്ര ഭംഗിയായി ഒരു ക്വിസ് അവതരണം നടത്തുവാൻ മറ്റാർക്കെങ്കിലും കഴിയുമോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. ദൈവം എല്ലാ കൃപകളും പ്രിയപ്പെട്ട വന്യാച്ഛന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും ഇതിൻ്റെ ടീം അംഗങ്ങളെ ഞാൻ ഓർക്കുകയാണ്. പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ എത്തിയിരിക്കുകയാണ്. സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. ദമ്പതികളുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ദമ്പതികളുണ്ട്. ഇത്രമാത്രം വൈവിധ്യമാർന്ന ഒരു ക്വിസ് ടീം മലങ്കര സഭയിൽ ഇന്നോളം ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. അനേക ക്വിസ് മത്സരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അനേക സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഇത്ര പ്രൗഢ ഗംഭീരമായി എല്ലാ വിഭാഗത്തെയും പ്രതിനിധീകരിക്കുന്ന ഒരു ക്വിസ് ടീം ഇവിടെ എത്തി. പ്രായഭേദമന്യേ കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവരെ ഉണ്ട് ഈ ക്വിസ് മത്സരത്തിൽ. ഇവിടുത്തെ മൊത്തത്തിലുള്ള അവതരണം നോക്കി എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റിലോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ചാനലുകളിൽ വരുന്ന അതേ അവതരണമാണ് ഇതിലെ ക്വിസിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അതേ രീതിയിൽ തന്നെ ഇതിന്റെ സ്റ്റേജും ഇതിന്റെ മറ്റ് ക്രമീകരണങ്ങളും നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ സഭയുടെ തിരുവനന്തപുരം ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള മാർത്ത മറിയം മാധ്യമ ചാനൽ ഇവിടെ ഉണ്ട്. ബഹുമാനപ്പെട്ട ഷിജോ അച്ഛന് അതിന് നേതൃത്വം നൽകുന്നു. നിങ്ങൾക്ക് അത് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇതിന്റെ അവതരണം വളരെ ഭംഗിയായിട്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഉച്ചയ്ക്കുള്ള ഈ സമയത്ത് യാതൊരു ഉറക്കവും കൂടാതെ ഇതിൽ പങ്കുചേരുവാനായിട്ട് നമുക്ക് കഴിഞ്ഞത്. ഞാൻ വിശ്വസിക്കുന്നു അനുപമ എബ്രഹാം സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്നു, സ്വർഗത്തിലിരുന്ന് ആഹ്ലാദിക്കുന്നു. ആദരവും സ്നേഹവും ഞാൻ സമർപ്പിക്കുകയാണ്. എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുകയാണ്. ഷിനോച്ചനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. നമ്മുടെ മാധ്യമരംഗം കൂടുതൽ ശക്തമാവണം. നമ്മുടെ സഭയിൽ മാധ്യമരംഗത്ത് വളരെ പിന്നിലാണ്. അത് മാസികയുടെ രീതിയിലായാലും മാധ്യമങ്ങളുടെ അവതരണത്തിലായാലും അതിന് വലിയ മാറ്റം ഇപ്പോൾ വന്നിരിക്കുകയാണ്. മലങ്കര സഭാ മാസികയിൽ പുതിയ പ്രവർത്തകരുണ്ടായി. അതേപോലെ തന്നെ ഓഡിയോ വിഷ്വൽ മാധ്യമ രംഗത്ത് ഷിനുവച്ചനെ പോലുള്ളവരെ പ്രവർത്തിക്കുവാനും മാധ്യമം കൂടുതൽ ഊർജ്ജസ്വലമായി, ക്രിയാത്മകമായി, തന്മയത്വത്തോടുകൂടി ഓർത്തഡോക്സ് സഭയുടെ സാക്ഷ്യവും ദർശനവും ആഗോളതലത്തെ അവതരിപ്പിക്കത്തക്ക രീതിയിൽ മാധ്യമ സിദ്ധാന്തങ്ങളെ പ്രായോഗികമാക്കുവാൻ പുതിയ പുതിയ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രംഗത്ത് ഈ അനുപമ എബ്രഹാമിന്റെ നാമത്തിലുള്ള ഈ ക്വിസ് അവതരണം വളരെ ഭംഗിയായിരിക്കും, വളരെ ആകർഷകമായിരിക്കും. ലോകത്തിലെ എല്ലാ വിഭാഗം പ്രേക്ഷകരും ഇതിന്റെ അവതരണവും ഇതിന്റെ രീതികളും തീർച്ചയായും സ്വീകരിക്കുമെന്ന് ഞാൻ ആശിക്കുകയാണ്.
ഞാൻ നിർത്തുകയാണ്. ഇതിനുവേണ്ടി പങ്കുചേർന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ക്വിസ് മത്സരം മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയൊരു അഖില മലങ്കര അടിസ്ഥാനത്തിൽ പ്രായഭേദമന്യേ ഒരു ക്വിസ് മത്സരം ഈ അനുഭവ എബ്രഹാമിന്റെ പേരിൽ നടത്തണമെന്നുള്ള ദർശനം രൂപപ്പെടുത്തിയവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ കൃപകളും ദൈവം നൽകട്ടെ. വിജയികളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ആദരവുകള്, ആശംസകള് ദൈവം അനുഗ്രഹിക്കട്ടെ. First prize, Anselm Abraham, Ajit K. Cherian, St. Mary's Orthodox Church, Kuttakavu, Anuba Abraham Memorial, Never Rolling Trophy, and a cash prize of rupees 10,000. Cash prize of rupees 5,000.